ഏറെ സന്തോഷത്തിനിടയിലും നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നത് തെക്കൻ കേരളത്തിലുള്ളതുപോലെ വടക്കൻ കേരളത്തിൽ ഈ ഓർഡിനറി ബസ്സുകളില്ല. അതുകൊണ്ട് ഈ ആനുകൂല്യം പൂർണ്ണമായും വടക്കൻ കേരളത്തിലെ സ്ത്രീ യാത്രികർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ കൂടുതൽ ഷെഡ്യൂളുകൾ വേണം. ഇപ്പോൾ വരുന്നൊരു വാർത്ത, പ്രിയദർശിനി പദ്ധതിക്കൊപ്പം പരപ്പനങ്ങാടി ഡിപ്പോയ്ക്ക് കൂടുതൽ KSRTC സർവീസുകൾ ലഭിക്കുന്നു. യാത്രാ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മലപ്പുറം പരപ്പനങ്ങാടി മഞ്ചേരി റൂട്ടിൽ പുതിയ KSRTC സർവീസുകൾ ആരംഭിക്കുന്നത്. യാത്രക്കാരും സന്തോഷത്തിലാണ് കേട്ടോ. സോണലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ, വെരി ഗുഡ് മോർണിംഗ് സോണൽ. ആശങ്കയുണ്ടായിരുന്നത് തെക്കൻ കേരളത്തിലുള്ളതുപോലെയുള്ള ഈ യാത്രാ സൗജന്യത്തിന്റെ ആനുകൂല്യം വടക്കൻ കേരളത്തിലെ സ്ത്രീ യാത്രികർക്ക് ലഭിക്കുമോ എന്നുള്ളതായിരുന്നു. എന്നാൽ കൂടുതൽ സർവീസുകൾ തുടങ്ങും എന്നാണ് ഗതാഗത വകുപ്പ് അറിയിച്ചത്. അതിന്റെ ഭാഗമായ പരപ്പനങ്ങാടിയിൽ പുതിയ ബസ്സുകളും സർവീസുകളും ഒക്കെ കിട്ടിയോ? സോണൽ, എന്താണ് പരപ്പനങ്ങാടിയിലെ യാത്രക്കാരുടെ പ്രതികരണം? തീർച്ചയായിട്ടും അരുൺകുമാർ, പരപ്പനങ്ങാടിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമെന്ന് വേണം പറയാൻ. കാരണം മലപ്പുറത്ത് നിന്ന് പരപ്പനങ്ങാടി റൂട്ടിൽ 10 വർഷം മുമ്പായിരുന്നു KSRTC സർവീസ് നടത്തിയിരുന്നത്. പിന്നീട് അത് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ വീണ്ടും ഇന്ന് തുടങ്ങുന്നു എന്നുള്ള സന്തോഷം കൂടി ഇതിനോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. നമുക്ക് കാണാം, ആളുകളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും 8:30-ക്കാണ് ഇവിടെ നിന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന് ആദ്യ സർവീസ് ഉള്ളത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. എന്തായാലും സ്ത്രീ യാത്രക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളതാണ്. പലരും ഇവിടെ എത്തി പിന്നീട് യാത്ര ചെയ്യേണ്ട ആളുകളാണ്. ഇന്ന് മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. എന്ത് തോന്നുന്നു? ആളുകൾ പ്രതികരിക്കാൻ അല്പം മടിയുണ്ട്. എന്തായാലും നമ്മൾ ഈ നിൽക്കുന്നത് പരപ്പനങ്ങാടി സ്റ്റാൻഡിലാണ്. 8:30-ക്കാണ് ആദ്യ ബസ് ഇവിടെ നിന്ന് പുറപ്പെടുക. മലപ്പുറത്തേക്കാണ് ആദ്യ ബസ് പോവുക. അതിനു മുൻപ് 8 മണിയോട് കൂടി മലപ്പുറത്തുനിന്ന് ആരംഭിച്ച സർവീസ് ഇവിടേക്ക് വരും എന്നുള്ളതാണ്. ഇന്നു മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. എന്ത് തോന്നുന്നു? കാശ് കൊടുക്കാതെ യാത്രയാ തോന്നുന്നു. മുഖ്യമന്ത്രിയോടൊക്കെ എന്താ പറയാനുള്ളത്? നല്ല തീരുമാനം, അടിപൊളിയാ. തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അല്പം മുമ്പ് ഈ ബസ്സുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ നിൽക്കുന്ന സമയത്ത് KSRTCയും പ്രൈവറ്റ് ബസ്സും വരുന്നതിന്റെ എങ്ങനെയാണ് എണ്ണം? എത്ര പ്രൈവറ്റ് ബസ് വരുമ്പോഴാണ് ഒരു KSRTC ബസ് വരിക പരപ്പനങ്ങാടിയിൽ? ഏകദേശം 4 സർവീസുകളാണ് പരപ്പനങ്ങാടിയിൽ നിന്ന് ഉള്ളത്. പക്ഷേ പ്രൈവറ്റ് ബസ്സിന്റെ കാര്യങ്ങൾ നമുക്ക് ഈ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇവിടെ നിന്ന് നമുക്ക് മലപ്പുറം മഞ്ചേരി റൂട്ടിൽ ഏകദേശം എത്ര പ്രൈവറ്റ് ബസ്സുകളുണ്ട്? ഇവിടുന്ന് 10 മിനിറ്റ് ബസ്സാണ്. 4 സർവീസാണ് നമുക്ക് KSRTCക്ക് അനുവദിച്ചിട്ടുള്ളത്. രാവിലെ 8:30, പിന്നീട് ഉച്ചയ്ക്ക്, വൈകിട്ട്, അങ്ങനെ 4 സർവീസുകളാണ്. അതിനപേക്ഷിച്ച് ഫുൾ ടൈം 10 മിനിറ്റ് നേരത്തിന് പ്രൈവറ്റ് ബസ്സുകളുണ്ട്. 10 മിനിറ്റ് ബസ്സാണ്. ഇവിടുന്ന് ചെമ്മാട്ടുക്ക് 2 മിനിറ്റ് 3 മിനിറ്റിലെ ബസ്സുണ്ട്. സൗജന്യ യാത്ര വരുന്നതോടു കൂടി നിങ്ങൾക്ക് വിഷമമുണ്ടോ? നമുക്ക് വിഷമമുണ്ടോ ചോദിച്ചാൽ അടങ്ങാറുണ്ടാവും.